പ്രവാസി മലയാളികളുടെ സംരംഭമായ എയർ കേരളയുടെ നേതൃത്വത്തിലുള്ള ആദ്യ വിമാനം ജൂണിൽ കൊച്ചിയിൽ നിന്നും പറന്നുയരും. ഇതിനായി 5 വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് സർവീസിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചതായി കമ്പനി ഭാരവാഹികൾ നെടുമ്പാശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൊച്ചിയിൽ നിന്നാണ്. അതുപോലെ ഫസ്റ്റ് ഇയർ നമ്മൾ ഏകദേശം 750 സ്റ്റാഫിന് ജോലി സാധ്യതകൾ ഓപ്പണിംഗ് വരുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ബാക്കി പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്ന വളരെ എക്സ്പേർട്ടായ ക്വാണ്ടിറ്റി സ്റ്റാഫിലല്ലാതെ ക്വാളിറ്റി സ്റ്റാഫിൽ ഊന്നിക്കൊണ്ടാണ് ഞങ്ങൾ എയർലൈൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. എന്നിരുന്നാലും എയർ കേരള എന്ന പേര് പ്രവാസികളുമായി കൂട്ടിയോജിച്ച് 10-20 വർഷമായി കേരളീയർ വെയിറ്റ് ചെയ്യുന്ന ഒരു എയർലൈൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും വിദേശത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യണം, സ്പെഷ്യലി GCC കൺട്രിയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ ഫാർ ഈസ്റ്റിലേക്ക് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും 20 എയർക്രാഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മൾ ഇന്റർനാഷണൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സാധ്യതകളെ ഉപയോഗപ്പെടുത്താനായി ഇത്തരത്തിലുള്ള സർവീസുകളും എങ്ങനെയൊക്കെ ക്രമീകരിക്കാൻ കഴിയും എന്നത് സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. നമ്മുടെ ആഭ്യന്തര കണക്ടിവിറ്റിയും എയർ കണക്ടിവിറ്റി വേണ്ടതില്ല എന്നുള്ളത് പ്രശ്നമാണ്. ഇപ്പോൾ കൊച്ചി തിരുവനന്തപുരം കുറച്ച് ദിവസമായിട്ടില്ല, ഒരു ഫ്ലൈറ്റ് മാത്രമാണുള്ളത്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. കണ്ണൂർ നല്ല വിമാനത്താവളം നമ്മൾ ഉണ്ടാക്കിയെങ്കിലും കിട്ടാത്തതുകൊണ്ട് അതിന്റെ പൊട്ടൻഷ്യൽ പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊച്ചിയിൽ നിന്ന് രാജ്യത്തെ ചെറുകിട നഗരങ്ങളെ മെട്രോ നഗരങ്ങളുമായി ബന്ധിപ്പിച്ച് ആഭ്യന്തര സർവീസുകളാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. 76 സീറ്റുകളുള്ള വിമാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ സർവീസിനായി ഉപയോഗിക്കുന്നതെന്നും ഇതിൽ എല്ലാം എക്കണോമി ക്ലാസുകളായിരിക്കുമെന്നും CEO ഹരീഷ് കുട്ടി പറഞ്ഞു. വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി P രാജീവ് അധ്യക്ഷനായിരുന്നു. MPമാരായ ഹൈബി ഈഡൻ, ഹാരിസ് ബീരാൻ, അൻവർ സാദത്ത് MLA തുടങ്ങിയവർ സംസാരിച്ചു.